ഇന്ത്യൻ ബിസിനസ് ലോകത്ത് തോറ്റമ്പി നിൽക്കുകയായിരുന്ന അനിൽ അംബാനി ലക്ഷണവശാൽ ഒരു നിശബ്ദ വിപ്ലവത്തിന്റെ ഒരുക്കത്തിൽ. ഓഹരി വിപണിയിലെ നേട്ടത്തിന്റെ കാര്യത്തിൽ ചേട്ടൻ ബാവയുടെ റിലയൻസ് അല്ല, അനിയന്റെ റിലയൻസ്. റിലയൻസ് പവർ നിക്ഷേപകർക്ക് ഒരു മാസം കൊണ്ട് നൽകിയത് 40% വരെ ലാഭം, ഒരു വർഷം കൊണ്ട് 125%. റിലയൻസ് ഇൻഡസ്ട്രീസ് നൽകിയത് നഷ്ടം. ഗൗതം അദാനിയും അദാനി കമ്പനികളും പുതിയ കുരുക്കിൽ. അമേരിക്കൻ ഉപരോധമുള്ള ഇറാനിൽ നിന്ന് അദാനിയുടെ കീഴിലുള്ള മുന്ദ്ര തുറമുഖത്തേക്ക് പാചകവാതകം കടത്തിയെന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ അന്വേഷണമെന്ന് റിപ്പോർട്ട്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പ്. ട്രംപ് ഭരണകൂടം പിടിമുറുക്കുമോ എന്ന ശങ്കയിൽ അദാനി ഓഹരികൾക്ക് ഇന്ന് ചുവപ്പുരാശി. പാകിസ്ഥാന് നേരെ ഇന്ത്യ റഫാൽ വിമാനം വിന്യസിച്ചതിന്റെ നേട്ടത്തിൽ ഫ്രഞ്ച് നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ. പാരീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ദസോയുടെ ഓഹരി വില ഉയർന്നിരിക്കുന്നത് 5%. ഗോവൻ ഫെനി ആശയലഹരിയാക്കി കശുമാങ്ങയിൽ നിന്ന് വാറ്റുന്ന ആൽക്കഹോൾ കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കണ്ണൂർ പയ്യാവൂർ സഹകരണ ബാങ്ക്. ഇത്തരമൊരു നിർദ്ദേശത്തിന് നിയമസഭാ സമിതിയുടെ പച്ചക്കൊടി. കോവിഡ് ബാധിതരുടെ എണ്ണം 1435 ഉയർന്നതിനാൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാൻ ആരോഗ്യവകുപ്പിന്റെ അഭ്യർത്ഥന. പനിയും ശ്വാസതടസ്സവുമായി ആശുപത്രിയിലെത്തുന്നവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.